നമസ്കാരം, ബ്യൂട്ടി സ്പോട്ട് സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തിരുവനന്തപുരം പട്ടം ഗോൾഡൻ ഐയിലെ അഷ്മിത ചേച്ചിയാണ്. നമസ്കാരം ചേച്ചി. ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്? ഇതൊരു പാർട്ടി മേക്കപ്പാണ്. ഓക്കെ, ജസ്റ്റ് വളരെ സിമ്പിളാണ്. ഹെയറിന് മാത്രം ജസ്റ്റ് കേളിങ് കൊടുത്ത് ഒരു ഡെമോ സിംഗിൾ മേക്കപ്പാണ് കാണിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ്. ഓക്കെ, ശരി. ഗൗണിനൊക്കെ പറ്റിയ ടൈലാണ് ചെയ്യുന്നത്. ഈവനിങ് റിസപ്ഷൻ നൈറ്റ് മേക്കപ്പാണിത്. അതിൽ ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണേ. ഇത് വളരെ സിമ്പിളായിട്ടാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു വർക്കിന് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി നമുക്ക് പോകാൻ വേണ്ടി ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള പാർട്ടിക്ക് എങ്ങനെയാണെങ്കിലും കൂടുതലും ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഫ്രീ ഹെയർ സ്റ്റൈലാണ്. കാരണം മാരേജ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കണക്ക് പെട്ടെന്നൊന്നും ടൈമില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് ചെയ്യണത്. പക്ഷെ ലോങ് ഹെയർ ഉള്ളവർക്ക് പെട്ടെന്ന് കേൾ ചെയ്തിടുക പറയുന്ന ബുദ്ധിമുട്ടല്ലേ? നമ്മളതൊരു സെക്ഷൻ മാത്രം അങ്ങനെ കേളിങ് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെ അല്ലാതെ ഫ്രീ ആയിട്ട് വിടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്റ്റൻഷൻ അത് കണക്കാക്കി നമ്മൾ ചൂസ് ചെയ്യും ലോങ് ഹെയറിന് വേണ്ടി. ഈ ലൂസ് ഹെയർ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഹാങ്ങിങ്സോ എന്തെങ്കിലും ഹെയറിൽ ആക്സസറീസ് ആയിട്ട് വെക്കാറുണ്ടോ? ലൂസ് ഹെയറിന് ഹാങ്ങിങ്സ് ഒന്നും കൊടുക്കാറില്ല. ജസ്റ്റ് എവിടെയെങ്കിലും ഒരു അവർക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പോണിറ്റെയിൽ പോലെ പോകണം എന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ പുട്ടപ്പായിട്ടല്ല, നമ്മൾ ഈ ലൂസ് ഹെയറിൽ കേളിങ് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയണത്. ഫേസ് ഒന്ന് ഹെയർ സ്പ്രെഡ് ആവാതെ നിൽക്കണം എന്ന് പറയുമ്പോൾ അത് മാത്രം ഒന്ന് ഒതുക്കി ബാക്കി ഇതെല്ലാം ക്ലിയർ ചെയ്യും. കേളിങ് യൂഷ്വലി നമ്മൾ എൻഡിലാണ് കൂടുതൽ ഇപ്പോൾ എല്ലാവരും പറയണത്. എൻഡിൽ മാത്രം, ഹാഫ് സൈഡ് കഴിഞ്ഞിട്ട് താഴോട്ട് ഓൾമോസ്റ്റ് നല്ല താഴെ തന്നെയാണ് അത് ചെയ്ത് പറഞ്ഞത്. അതിൻ്റെ ഫ്രണ്ടിലും ഡൂ ചെയ്തിടുമല്ലോ. പിന്നെ ഈ കളേർഡ് ഹെയറൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടി വേറൊരു ഭംഗിയാണ്. ഹെയർ തിക്നെസ് തോന്നിക്കാൻ എന്താ ചെയ്യാം? എക്സ്റ്റൻഷൻ ആണ്. അതിൽ എക്സ്റ്റൻഷൻ തീരെ ഇല്ലാത്ത ഹെയർ നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുത്തു പോണേ. ഇതിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു നെറ്റ് ഷൂട്ടിങ് കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് അത് ഏകദേശം ആയിക്കോളും. പിന്നെ ഇത് ഒരു ഈവനിങ് റിസപ്ഷന് വേണ്ടി മാത്രമാണ് നമ്മൾ നടത്തി പോണേ. പെട്ടെന്ന് ഒരു ഈവനിങ് പെട്ടെന്ന് വന്നിട്ട് ഒന്ന് അറേഞ്ച് ആവണം, അല്ലെങ്കിൽ ഒന്ന് എനിക്കൊരു സിമ്പിളായിട്ടൊരിത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റൈൽ ആയി കിട്ടും. അവരുടെ ഫേസ് അനുസരിച്ച് നമുക്കത് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഇപ്പം നെറ്റിച്ചുട്ടി മാത്രമേ ആക്സസറി ആയിട്ട് ചെയ്യുന്നുള്ളൂ. അത് സിമ്പിളായിട്ടുള്ളതാണ് ഉദ്ദേശിക്കണേ. പാർട്ടി ജസ്റ്റ് ഒരു പാർട്ടി മേക്കോവർ. ഈ ബ്രൈഡൽസിന് ഹെയർ നമ്മൾ ഈ 3 months ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ ഹെയർ നമ്മൾ കൊടുക്കുന്നു അങ്ങനെ പറയുന്നുണ്ട്. അത് എല്ലാം ഫേസും ഹെയറും ഉൾപ്പെടെയാണ് നമ്മൾ 3 month ഇതായിട്ട് പറയണത്. ഇപ്പോൾ പെട്ടെന്നുള്ള ഇതിപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ മിക്കവാറും വൈകിട്ടുള്ളവരായിരിക്കും. ഈ വരുന്നതൊക്കെ ഗ്രൂമിൻ്റെ സെക്ഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ടൈം ഒട്ടും കിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു മേക്കോവർ ചെയ്യുമ്പോൾ റിസപ്ഷൻ മേക്കോവിന് അവർക്ക് നല്ലതായിട്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും. സിമ്പിളായിരിക്കും, എലഗൻസ് ആയിട്ടിരിക്കും.
പാർട്ടി മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഈവനിങ് ഫംഗ്ഷന് വേണ്ടിയൊക്കെ ഇത് നല്ലൊരു സ്റ്റൈലായിരിക്കും. ഓക്കെ, ഇത്രയും നല്ലൊരു പാർട്ടി മേക്ക് ഓവർ നമ്മുടെ ബ്യൂട്ടി സ്പോട്ടിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെച്ചതിന് വളരെയധികം നന്ദി. ബ്യൂട്ടി സ്പോട്ടിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.